നമസ്കാരം സുഹൃത്തുക്കളെ. കോൺഗ്രസിൻ്റെ ഈ പറഞ്ഞ പോലെ ചാനൽ ചർച്ചകളൊക്കെ എപ്പോഴും കാണാറുള്ള ജിൻഡോ ജോൺ അദ്ദേഹം ചില സമയത്ത് ചില പ്രസ്താവനകൾ നടത്തും. പുള്ളി അതിബുദ്ധിമാനായതുകൊണ്ടോ നമുക്ക് അദ്ദേഹത്തിൻ്റെ അത്ര ബുദ്ധി ഇല്ലാത്തത് കൊണ്ടോ എന്തെന്നറിയില്ല, എനിക്ക് ചില കാര്യങ്ങളൊന്നും പുള്ളി പറഞ്ഞത് കൊണ്ട് മനസ്സിലാവാറില്ല. അങ്ങനെ മനസ്സിലാവാത്ത ഒരു കാര്യമാണ് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കെ രാജേഷിനെ കുറിച്ച് ദിവ്യ എസ് അയ്യരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പ്രസ്താവന വന്നതിനെ കുറിച്ചൊക്കെയാണ് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറഞ്ഞ പോലെ കർണനാണെന്നൊക്കെ പറഞ്ഞ് ദിവ്യ എസ് അയ്യർ അദ്ദേഹത്തെ പുകഴ്ത്തിയതും തിരിച്ചിപ്പോൾ അതിന് പ്രത്യുപകാരം എന്നോണം അദ്ദേഹം ഈ പറഞ്ഞ പോലെ ദിവ്യ എസ് അയ്യരെ ഈ വിഴിഞ്ഞം പദ്ധതിയുടെ ഭാഗത്തു നിന്ന് മാറ്റിയതിനെ കുറിച്ചൊക്കെ വലിയ ചർച്ചകളുണ്ടായി. ശബരിനാഥൻ അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല എന്നുള്ളതും വാസ്തവമൊക്കെയാണ്. അങ്ങനെ വരുമ്പം ജിൻഡോ ജോണിൻ്റെ വക ഒരു പ്രസ്താവനയാണ് എനിക്ക് തോന്നുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി പറഞ്ഞൊരു ഉദാഹരണം, സത്യം പറഞ്ഞാൽ അത് എന്തിൻ്റെ ബേസിലാണ്, എന്താണ് പുള്ളി ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. അപ്പം ആരെങ്കിലും മനസ്സിലാവുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ഇദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് ഒന്ന് പറഞ്ഞു തന്നാൽ മനസ്സിലാവും. കാരണം ഈ പുള്ളി പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ആരും അതിനെ തള്ളി പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പുള്ളി എന്താണ് ഇതിനെക്കുറിച്ച് ഉദ്ദേശിച്ചത് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ ഒന്ന് വിശദമാക്കി തരണം. അപ്പം വീഡിയോ ഇതാണ്. ഇതിനെന്താ ശരിക്കും വില? വലിയ വിലയൊന്നുമില്ല. ഈ ആലുവ അടുപ്പ്, അമ്പലപ്പുഴ പാൽപ്പായസം, അതുപോലെ ആറന്മുള കണ്ണാടി എന്നൊക്കെ പറയുന്ന പോലെ കൊള്ളാവുന്ന ചില സാധനത്തിന്റെയൊക്കെ പേര് പറയില്ലേ, അത് കേൾക്കുമ്പോൾ തന്നെ ഒരു ഗുമ്മുണ്ട്. അതുപോലെ ഒരു ഗുമ്മ് കണ്ണൂർ ബ്രാൻഡ് KKR കവചം. പേരിൽ മാത്രമേ ഗുമ്മുള്ളൂ, വലിയ വിലയില്ല. കണ്ണൂരിലെ കേന്ദ്ര കമ്മിറ്റി പാർട്ട്ണർ ഈ പറഞ്ഞ പോലെ കമ്പയർ ചെയ്തിരിക്കുന്ന അമ്പലപ്പുഴ പാൽപ്പായസം സത്യം പറഞ്ഞാൽ ഒരിക്കലെങ്കിലും രുചിച്ചിട്ടുള്ളവർക്ക് അതിനെ തള്ളി പറയാൻ കഴിയില്ല എന്നുള്ള കാര്യം വാസ്തവം തന്നെ. ഒരു പക്ഷേങ്കിൽ ഈ ജിൻഡോ ജോണ് അമ്പലപ്പുഴ പാൽപ്പായസം കുടിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ. അതേപോലെ തന്നെ ആറന്മുള കണ്ണാടിയുടെ മഹത്വം അറിഞ്ഞിട്ടുള്ള ഒരാളും അതിനെ തള്ളിപ്പറയുമെന്ന് തോന്നുന്നില്ല. അപ്പം അതും പുള്ളിക്ക് അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്കറിയാത്തൊരു കാരണം ആലുവ അടുപ്പിനെ കുറിച്ചാണ്. ആലുവ അടുപ്പ് ഞാൻ ഉപയോഗിക്കാത്തതുകൊണ്ട് അതിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല. അപ്പോൾ അതിനെ കമ്പയർ ചെയ്തെങ്കിൽ ഇപ്പോൾ ഇതിനെയുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് KKR കവചം എന്ന് പറഞ്ഞിട്ട് KK രാഗേഷിനെ കണ്ണൂരുകാരനായ ഈ പറഞ്ഞ CPMൻ്റെ നേതാവിന് ദിവ്യ എസ് അയ്യരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനുള്ള പ്രസ്താവനയുമായിട്ട് പുള്ളി കമ്പയർ ചെയ്തിരിക്കുന്നത്. പക്ഷേങ്കിൽ ഒരു കാരണവശാലും പുള്ളി കമ്പയർ ചെയ്യാൻ എന്തിൻ്റെ അർത്ഥത്തിലാണ് ഈ ഇതുപോലെ ഒരു ഗുമ്മുണ്ടെന്ന് അതായത് ഒരു ഗുമ്മുണ്ട് പക്ഷേങ്കിൽ ഗുണമില്ല എന്ന രീതിയിലാണ് പുള്ളി പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ അമ്പലപ്പുഴ പാൽപ്പായസം കുടിച്ചിട്ടുള്ള ആരെങ്കിലും അതിന് ഗുണമില്ലെന്ന് പറയുമോ, അതിന് രുചിയില്ലെന്ന് പറയുമോ എന്ന് എനിക്കറിയില്ല. അതേപോലെ തന്നെ ആറന്മുള കണ്ണാടിയെ മഹത്വം അറിയാവുന്ന ആരെങ്കിലും അതിനെക്കുറിച്ച് അങ്ങനെ പറയുമോ എന്ന് എനിക്കറിയില്ല. എന്തിൻ്റെ ബേസിലാണ് പുള്ളി ഇതുമായിട്ട് കമ്പയർ ചെയ്തതെന്നാണ് എനിക്ക് സംശയം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പുള്ളി എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ കോൺഗ്രസ്സുകാരാണെങ്കിലും പറഞ്ഞു തന്നാൽ മതി, പക്ഷേ ചീത്ത എന്തെങ്കിലും വിളിക്കാതിരുന്നാൽ മതി. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പറഞ്ഞ പോലെ ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്തോ ബ്ലോക്ക് ചെയ്തോ പോവുക. നന്ദി.